നമസ്കാരം. ബിഗ് ബോസ്. അനുമോൾ വല്ലാത്തൊരു ഗെയിമറാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു സംഭാഷണം ഇന്നലെ സാബുമാനും പ്രവീണും കൂടെ നടത്തുകയുണ്ടായി. അതെന്താണെന്നല്ലേ? അതായത് പ്രവീൺ പറയുകയാണ്, അനുമോള് ഒറ്റയ്ക്കിരുന്ന് കരയുകയും ഒക്കെ ഒറ്റപ്പെട്ട് നടന്നാൽ ക്യാമറ പിടിക്കത്തില്ലെന്ന് അനുമോൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആരെയെങ്കിലും അടുത്ത് പിടിച്ചിരുത്തി അവൾ സംസാരിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം പ്രവീണിനോട് സംസാരിച്ചത്. തലേന്ന് ഇത് കേട്ട് കഴിഞ്ഞിട്ടാണ് സാബുമാൻ വൈകുന്നേരം ജയിലിൽ നിന്ന് അനുമോൾ ഇറങ്ങിയപ്പോൾ അവിടെ അതുവഴി നടന്നു പോയപ്പോൾ പിടിച്ചിരുത്തി സംസാരിച്ച് ഭയങ്കര ഉപദേശമായത്. ആത്മാർത്ഥത വഴിഞ്ഞൊഴുകുന്ന ഒരു ഉപദേശമാണ് നമ്മൾ കണ്ടത്. അത് കാണുമ്പോഴേ നമുക്കറിയാം കള്ളന് കഞ്ഞി വെച്ചതാണ് അനുമോളെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇന്ന് സത്യത്തിൽ അനുമോൾക്ക് നല്ല പണി എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റുന്നൊരു, അതായത് അവളെ ഒരു സ്ക്രീൻ സ്പേസും കൊടുക്കാതിരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് കിട്ടിയത്. അതായത് അനുമോൾക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം അവളെ മനഃപൂർവ്വം എല്ലാവരും ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഒരു സ്ക്രീൻ സ്പേസും കിട്ടില്ലായിരുന്നു. പക്ഷേ രാവിലെ ലക്ഷ്മി പുറകെ നടന്ന് പാട്ട് പാടി നിനക്ക് ചെറിയ പണിയാ തന്നതെന്ന് നീ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ പറഞ്ഞ് കുറേ കളിയാക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് അക്ബറിൻ്റെ വക ഒരു മുഴുനീള കളിയാക്കലും തമാശയാണ്. കാരണം അനുമോൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അനുമോൾ സാരിയൊക്കെ കൊടുത്ത് വന്ന് ഒഴിഞ്ഞ് നിന്ന പോലെ, അതായത് സാബുമാൻ്റെ ബോഡി ഷോ സമയത്ത് ഒഴിഞ്ഞു വന്ന് നിന്നതുപോലെ ആരും ശ്രദ്ധിക്കാതെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഒരു സ്ക്രീൻ സ്പേസും ഈ അനുമോൾക്ക് കിട്ടില്ലായിരുന്നു. പക്ഷേ അത് അവരായിട്ട് തന്നെ നശിപ്പിച്ച ഒരു രീതിയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രവീൺ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഞാനും അത് സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിച്ചത്. അനുമോൾ ഒറ്റയ്ക്കല്ല, അനുമോൾ എപ്പോഴും ഒറ്റപ്പെടുന്നു കണ്ടപ്പോൾ ആരെയെങ്കിലും പിടിച്ചിരുത്തി അനുമോൾ സംസാരം തുടങ്ങും. അങ്ങ് ആത്മാർത്ഥതയും ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, സ്വയം ഒരു പുകഴ്ത്തലും, നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, നിന്നെ ഇവിടെ എല്ലാവരും ആ കളിക്കാനല്ലേ വന്നിരിക്കുന്നത്. ഇവളെ ഉപദേശിക്കുമ്പം ഇവള് സാബുമാൻ കപ്പും കൊണ്ട് പോകണമെന്ന് ഇവള് വിചാരിക്കൂ? ആരും അങ്ങനെ വിചാരിക്കുന്നില്ല. ഈ 21 പേരും കപ്പിന് വേണ്ടി കളിക്കാൻ വന്നിരിക്കുന്നവരാണ് അല്ലേ? ഇത്ര ആത്മാർത്ഥമായിട്ട് അനുമോള് സാബുമാനെ ഉപദേശിക്കാൻ അവളുടെ ആങ്ങളെയൊന്നും അല്ലല്ലോ, അല്ലെ സ്വന്തം ഒന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ അതിനകത്ത് ഈ ഒരർത്ഥം തന്നെയാണുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാ എപ്പിസോഡും ശ്രദ്ധിക്കാൻ അറിയാം, അവൾ ആരെയെങ്കിലും പിടിച്ചിട്ട്, ഒന്നിൽ ആദിലെ പിടിച്ചിരുത്തും അല്ലെങ്കിൽ നൂറെ പിടിച്ചിരുത്തും. ഇപ്പോൾ ശൈത്യ പണങ്ങി നടക്കുകയുണ്ട്, അല്ലേ? ശൈത്യയായിരുന്നു. ശൈത്യയെ കട്ടപ്പാന്ന് വിളിച്ച കാര്യം സംസാരിച്ചപ്പോൾ ആദിലെ പറഞ്ഞു ശൈത്യയല്ല കട്ടപ്പ, ശരിക്കും അനുമോൾ തന്നെയാണ് കട്ടപ്പ. ശരിക്കും ശരിയാണ്, അനുമോൾ തന്നെയാണ് ഇന്നത്തെ കട്ടപ്പ, അതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പം ഇനിയിപ്പോഴാണെങ്കിലും അനുമോൾ ഓരോരുത്തരെയും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുകയാണ് സ്പേസ് കിട്ടാൻ വേണ്ടി. കാരണം മിണ്ടാൻ നടക്കരുത്, ശബ്ദം ഉണ്ടാക്കാനും കരച്ചിൽ കാണിക്കാനുള്ള അവസരം ഇന്ന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അക്ബർ അത് അക്ബർ വെറും മണ്ടത്തരമാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്?